ഇടിവിൽ നിൽക്കുക. അതൊരു പ്രധാന കാര്യമായി എടുത്തത്. അതിന് അർദ്ധരാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ ഓർത്ത് ദിവസങ്ങളിൽ കരയുമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ഇത്രത്തോളം നിർത്തിയെന്ന് മാത്രമേ പറയാനുള്ളൂ. അവർ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ കാരണം കൊണ്ട് വന്ന് അല്ല, ദൈവം അവരെ മാനിച്ചു. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ പലവിധമായ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. പേരൻസിൻ്റെ കാര്യങ്ങൾ, കുടുംബ സിസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ അതെല്ലാം തക്ക സമയത്ത് ദൈവം ചെയ്തു. ഞങ്ങൾ ഒരിക്കലും ഇതിലോട്ട് കടന്നു വരാൻ ആഗ്രഹിച്ചതല്ല. ഞങ്ങൾക്ക് നല്ല സെറ്റപ്പോട്ട് അവർ ജീവിച്ചാണ്. എന്നാൽ അവസാനം ഞങ്ങൾക്ക് തനിക്ക് മനസ്സിലൊരു എൻ്റെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായി അവരെ ആര് നോക്കുമെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു. അവരെ നോക്കി. അവർക്ക് നല്ലൊരു അവസാനം, നല്ല തനിക്ക് ചെയ്യാവുന്നതിലപ്പുറം അവരെ ചെയ്തു. അങ്ങനെ താൻ ഒരു യാത്രയാക്കി ഇവിടെ വന്ന് സഭയോട് വന്നുകൊണ്ട് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ താൻ വളരെ പ്രാഗൽഭ്യത്തെ വളരെ മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഇതൊരു മാത്രം ഉള്ളപ്പോൾ ഞങ്ങൾ പല ഡിബേറ്റ്സ് കൗൺസിലിംഗ് ഒക്കെ ഞാൻ നടത്തും. എങ്ങനെ ജീവിക്കണം, എങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ എങ്ങനെയായിരിക്കണം, ഇതൊക്കെയും എന്നെ പലപ്പോഴും ഉപദേശിച്ച് വരും. ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കില്ല. പരിസരത്തോളം നടത്തി 45-ാമത്തെ ക്രിസ്ത്യാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല. ഞങ്ങൾ 2 പേരും കൂടെ 2 മണി വരെ നല്ലപോലെ ജോലി ചെയ്തു. ക്ഷീണിച്ചല്ല, വേർത്തു. ഭക്ഷണം കഴിക്കുന്നതിന് കുളിക്കണമെന്ന് പറഞ്ഞ് കുളിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി. ഞാൻ അപ്പോഴും നല്ല സന്തോഷത്തോടെയും ഭക്ഷണം വയ്ക്കാൻ ഡൈനിങ് ടേബിളിൽ വെച്ചു. വന്നിട്ട് കഴിക്കാനായിട്ട് ഞാൻ കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ സംസാരിക്കുന്ന കസേരയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാനത് ക്ഷീണിച്ചപ്പോൾ എല്ലാം അവിടെ വിചാരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചെന്തോ എന്ത് ചെയ്യണം. ആ സമയത്തിനുള്ളിൽ ഞാൻ കുളിച്ചുകൊണ്ട സമയത്തിനുള്ളിൽ 3 മക്കളെയും വിളിച്ചു. അവരോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഫെയ്ത്ത് ലൈഫിൽ നിങ്ങളെ ദൈവത്തോടെ മുന്നോട്ട് കൊണ്ട് ഒരു ജീവിതം ചെയ്യണം എന്ന് അവർക്ക് ഉപദേശങ്ങളും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് ഫെയ്ത്ത് ഹോമിൽ വിളിക്കണ്ട, ചെറിയ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ ഫെയ്ത്ത് ഹോമിൽ വിളിക്കുകയോ അവരെ അങ്ങനെ ചെയ്യത്തില്ല. അപ്പം എനിക്ക് അങ്ങേര് മനസ്സിലായിട്ട് എനിക്ക് സഹിക്കാൻ കഴിയാത്ത എന്തോ പ്രയാസമുണ്ട്. അത് എൻ്റെ അത്ര മുഖത്ത് വെളിപ്പെടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് ഷുഗർ ഡൗൺ ആയാലും നമുക്ക് നോക്കാം. പഞ്ചായ ഇട്ട് കൊടുക്കുകയും ഷുഗർ നോക്കിയപ്പോൾ എല്ലാം നോർമൽ, ഒരു കുഴപ്പമില്ല. ഫെയ്ത്ത് ഹോമിൽ വിളിച്ചു. കർത്താവിൻ ദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആയുസിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ആത്മാവിൽ നിറഞ്ഞു. ഭയങ്കര ശബ്ദം. അയ്യോ, ഞാൻ പറഞ്ഞത് അയൽവക്കക്കാർ കേൾക്കില്ല, ഓടുകയില്ലോ എന്നിങ്ങനെ പറഞ്ഞു. ദാസൻ പ്രാർത്ഥിച്ചു, സ്തോത്രം പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിന് മുമ്പേ എന്നോട് പറഞ്ഞു, കുഞ്ഞോടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അനുവദിക്കല്ലേ. അയ്യോ, ഞാനപ്പോൾ കേൾച്ച് കർത്താവ് ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ എൻ്റെ അയൽവാസിയിൽ വന്നാൽ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അവർ കൊണ്ടുപോകുമല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. താൻ കൈ നേരെ വെച്ച് കിടക്കായിരുന്നു. ഒരു 2 മണിക്ക് മരിച്ചെന്ന് പോലും മനസ്സിലായി. ഞാൻ അവസാനം എൻ്റെ അയൽവാസികളെ വിളിച്ചു. അവർ വന്ന് പറയുന്നത് അമ്മയാണ് പറയുന്നത് ചാങ്ങി പോയത്. ഇത് വളരെ സന്തോഷം, വളരെ പ്രത്യാശയുണ്ട്. താൻ സേവിച്ച ദൈവത്തെ താൻ അന്തം മുഖത്തൊരു വേദനയോ ഒന്നുമില്ല. നല്ല സന്തോഷത്തോടെ എൻ്റെ കർത്താവിൻ്റെ സ്ഥലത്തിൽ ചെന്ന് ചേർന്നു. വളരെ സന്തോഷം എനിക്കുണ്ട്. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. കർത്താവെ, എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയി എൻ്റെ കർത്താവിൻ്റെ സ്ഥലത്ത് ദാസനം എങ്ങനെ പോയോ അതുപോലെ ചെന്ന് ചേർന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആർക്കും ഇങ്ങനെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയും, ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലൊരു ഭർത്താവായിരുന്നു എനിക്കുണ്ട്. എന്നെ അങ്ങനെയായിരുന്നു എന്നെ സംരക്ഷിച്ചിരുന്ന് നോക്കിയിരുന്നത്. ഇതുപോലൊരു അപ്പനെ കിട്ടുമോ, ഒരു ഡാഡിയെ കിട്ടുമോ? അങ്ങനെയാണ് മക്കളെ സ്നേഹിച്ചിരിക്കുന്നത്. അവരെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കും, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കും, അവരോട് പറയേണ്ടതെല്ലാം പറയും. ചിലപ്പോൾ ഞാൻ പറഞ്ഞു, വിവാഹം കഴിഞ്ഞ പിള്ളേരല്ലേ, അവർ എന്തിനിങ്ങനെ പറയുന്നത്, ഞാനൊരു അപ്പനാണെങ്കിൽ ഞാനവരെ ശാസിക്കും എന്നൊക്കെ എന്നോട് പറയും. എന്തായാലും താൻ അവസാന സമയം വരെ അവർക്ക് കൊടുക്കേണ്ട ഉപദേശം കൊടുത്തിട്ട് താൻ വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേർന്നു. എനിക്ക് അങ്ങനെ ഒരു അവസാനം പ്രാപിക്കണം. എല്ലാവരും എനിക്ക് വിശുദ്ധന്മാരെങ്കിലുമൊക്കെ എനിക്ക് എന്നെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് I thank the Lord for His divine plan that He had for me, that I had the blessed opportunity to have a father and a mother. Before I could understand who Jesus is, I saw Jesus through my father. He introduced me, my beloved Lord, to me. He was a father who was very strict and very disciplined. He didn't like anything wrong. He was a father who did not love the sticks. He didn't leave any opportunity to correct me.
Whatever I am today, it is only because my dad's love. He showed me the way everlasting. He led me. He led me each day. He taught me the glorious things. So I really thank and praise my Lord. When He loved more the ministry, the servants of God, He loved more than us. But still, when He was working, He would return from office. Immediately He would have a cup of tea and go away to do the Lord's work. In the city of Ahmedabad, He would go in search of people who are there without fellowship to bring them to church. But He did not compromise on anything, any goodness to His children. He gave us the very best in life. He was not a rich man. He didn't have huge bank balance to marry us. But He did everything through faith. God did everything good in His time. So I thank and praise the Lord. He loved us so much. It is a great gift. His prayer was a strength in our life. So I thank and praise my God. Even before Papa left, he called me up. He said, Mone, Nikivaya. I knew the time had come. Otherwise they would never say so. He just asked me two things. He said, Divavya Dokumo. Because he was a man who did not run away from responsibility. He didn't waste any minute of his life. He was so busy in serving the Lord. I said, Papa, I will do, you don't worry. And the next thing he said, Vishwasate Kakua. Anjatolam Vishwasate Nilandarakana. That is what he told me. I thought, why, oh Lord, is he telling all this to me? Then he said, praise the Lord. And that was the last word that he uttered to me. I thank the Lord for such a glorious departure that the Lord has given. I know he loved Jesus more than anyone in this world. Today he is enjoying, he is seeing the face of the Savior, not with any other eye, but his own eyes, he is seeing the Savior. He loved wearing white dresses, but now he is dressed in the glorious dress of righteousness. So I thank and praise the Lord. Today I desire the coming of the Lord more than yesterday, because I want to go and meet not only my heavenly Father, but my earthly Father. The fellowship of the saints, their prayers was a great strength, not only in my daddy's life, but in all of our life. So I thank and praise the Lord. God should give us His peace. The Lord of Shalom should come and rest in our life. The gap which my dad has created should be filled with the love of my Heavenly Father. For getting us all here together. This was our Papa's desire for all of us to come here and meet him, but it has not happened in a time when he was alive. We met him last in Bangalore, where all of us got together and we rejoiced and we celebrated and we were together and spent the last few happy hours with him. The three children sitting over here are a testament to the way he has brought us up. He is a man of prayer. He has fought everything with prayer. He has taught us to pray for every hardship in our life, for every pain in our life. Every small thing he will say, Mone prarthika mat.
every desire that he had in our life, he's fulfilled. He has married us off to the best partners that we could have ever thought of. We would have never dreamed of finding such wonderful partners in our lives, but our dad was able to find them out through millions and millions through God's grace and mercy. Our dad was a binding factor. He has brought so many people together. In my growing years in our house, we have only seen a house full of people, full of enjoyment, full of laughter, and full of prayers and songs. Every moment we've had together was a fellowship. Today, I only desire to be like him and wish to carry on the torch that he has lit amongst all of us. The wonderful testimonies that I've heard today has only made me believe more that he's truly lived his life the way the God desired him to live his life over here. I'm so happy that Dad had such a peaceful death. I'm glad we're sorrowful over here, yes, in this departure, but we are glad he had such a peaceful, pain-free death. And then his final moments, he was filled with Holy Spirit talking to God. We are so thankful for each and everyone who's come here to be with us in this time. We're thankful for all the support you provided. Praise the Lord. I thank God for this time that God has given in our life to gather in His presence in such a way. Great is thy faithfulness. I thank God for everything that He has done in our life. As we sit here to bid goodbye to our Papa, I can only say one thing. When he lived, he was an example. His death was also an example for us. We often called him to Bangalore to stay with us. This is just a testimony that I would like to say. But he always used to say, Mole Sunday school under. Mole Sunday school under, Vera Nukatilla. He always used to say, Papa, we are also Sunday school teachers. But today when this student testified, I knew what I lacked. I thank God for giving me such a blessed father. I know one thing, when his time had come, I'm sure what he had witnessed was an open heaven with the angels and the Jesus stretched out arms welcoming him. That is the peace that is seen on his face even now. And he has left us with a great hope. I thank God that he has given us such a father who has always been a blessing in our life. Any time, any hour of the day, any hour of the night, we call him. Like an heavenly father, he also used to wait for us to call him, to say, Papa, prarthikane. And he was there for us at any moment. I thank God that even before he left, on that Monday, 3:22, he called me. I said, Papa, give me 2 minutes, I'll call you back. He said, Mole, enda kai samay illa. Will you call me back? I asked him what happened. Mole, ninne shabdam kekam kodi aaye. Papa is gone, and no one can take his place. But the hope that he has given in our life, we are nothing. We are nothing when we see him. We are nothing in our spiritual life. If we could just have his prayer life, we are blessed on this earth. The way he fought with God and got everything for us in our life, if we even have half of it, we are blessed on this earth. And I thank God. I ask God to keep us always with that hope. At this time, I thank everyone who have gathered here, especially the local church, the brothers, the sisters, everyone who came here to be a participant in our grieving, in our grief. God bless everyone. The only reason is that he was a person who loved discipline. He was a strict disciplinarian. He was an epitome of perfection. In every aspect of his life, he would love to follow the protocols, or might be the system which is in place. He never tolerated injustice. It is my privilege that I happen to be a part of this family almost say 19 or 20 years. Not only me, but my 2 other brothers, as well as sisters, and 4 grandchildren's children.
We are all privileged to have a dad like this, because I can boldly say, not only me, but all the others who have testified, from that you can vouch that he was really a person who would love to progress his life spiritually. As I am very glad to hear about his Sunday school students saying so, because I myself am a Sunday school teacher, I know, so she testified, and it's very true that for every spiritual aspect, whether it be Sunday school ministry or the work of God back home in Ahmedabad, he would endeavor to put his life and do the best out of the best. He will never compromise in shortcuts. He will never do anything shortcuts. He wants perfection. So it's our privilege to be a part of the family. Nonetheless, today while we are seated here, everyone has to face this particular occasion, that's true. But the most important part is this, that the footsteps, what he has showed us, we should imperatively, we should definitely follow that, and hence we can also achieve perfection. Along with our co-workers and the believers of the Gujarat state, they have conveyed the condolences, and he has said very categorically, you should mention that Dad, our father, he was like a fatherly figure for our pastor, for all the workers, and for all the people over there. Apart from that, he was really careful. When I used to go to office or on a tour, when I don't return by late because of some delay, he will definitely ask whether Reggie has come back or not. This Sunday also he was inquiring to Grace whether he came back or not, because sometimes I get delayed. So he was caring also. And finally, I thank my God. Secondly, I thank my servants of God, all the servants of God, plus all the believers of this church, as well as other churches, as well as all our neighbors. They were really very, very helpful for us, because I was really apprehensive as to how this will proceed, because yes, we have a barrier regarding, I'm quite apprehensive because of the barrier about the language, the system over here we are not aware of, but I'm really thankful for all the people. They have cooperated very well. I thank God. God should bless all of us and make ready for His soon coming. With this, I end up my words. ഒരു ആത്മീയ പിതാവും ആത്മീയ ഗുരുവും കൂടിയാണ്. കഴിഞ്ഞ 2 മാസക്കാലം ഞങ്ങൾക്ക് പ്രഭയെ ശുശ്രൂഷിക്കുവാനും അനേക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും എല്ലാം ഇടയായി. പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോഴെല്ലാം ആത്മീയ കാര്യങ്ങൾ മാത്രമേ പപ്പയ്ക്ക് സംസാരിക്കാനുള്ളൂ. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥി പറഞ്ഞ കണക്കിൻ്റെ ലാസ്റ്റ് ടൈം ഇപ്പോൾ അവസാനം വന്നപ്പോൾ പപ്പ ഞങ്ങളേക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യം, സൺഡേ സ്കൂളിൽ ആരോ വിദ്യാർത്ഥികൾ പപ്പാടിലേക്ക് ചോദിച്ചു, അവരോടും മിരിയാമും കുറേ തെറ്റ് ചെയ്തു, പക്ഷെ എന്തുകൊണ്ട് മിരിയാമിനെ മാത്രം ശിക്ഷിച്ചു? പപ്പ പറഞ്ഞു, പപ്പ അതിൻ്റെ ഉത്തരം കൊടുത്തു. എന്നാലും ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പപ്പ എനിക്ക് പറഞ്ഞ കാര്യം, അവരവനെ കൊണ്ട് വീണ്ടും ശുശ്രൂഷ ഉണ്ടായത് കൊണ്ടാണ് അവരോട് ശിക്ഷ കൊടുക്കാതെ വിട്ടത്. ഇങ്ങനെ പല പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇടയായി. ഞങ്ങളുടെ ഈ നഷ്ടം വേറൊരു തലത്തിലൊരു നഷ്ടമല്ല. ഞങ്ങൾ ആത്മീയമായൊരു പിതാവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എൻ്റെ കാര്യം വിളിച്ചു പറഞ്ഞാലും ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ കഴിയാണ് പപ്പ. യാക്കോബിനെ കണക്ക് പപ്പ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ വിളിച്ച് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിൽ തരും. അത്രയും ഒരു ഹെൽപ്പായിരുന്നു പപ്പ ഞങ്ങൾക്ക്. ഈ നഷ്ടം ഞങ്ങൾക്ക് വല്ലാത്തൊരു നഷ്ടമാണ്. എങ്കിലും ഈ മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് Praise the Lord. I thank God for this opportunity that He gave me to stand here and give my testimony. I've been the latest entrant in this family. It's been just 2 years that we got married, but
Dad showed us love that is beyond, words. He would just help us with anything or everything. He would just call us any time of the night, and he would say that he's available any time of the day or night. You can call me at 2 in the night, and then if you have an issue, you can call me and tell me what's going on. So don't bother that I'll be sleeping or anything. And I've heard testimonies here, people talking about how they've been touched by his life, and he has helped people in their lives, whether they were setting up things or in their professional lives or spiritual life. They were blessed because of him. I thank God that I knew him not for a long time, but then he could help me, and in all the ways that he could. Sometimes we would get annoyed with his behavior because he was very strict, but then now I think that the way he brought us, the girls up, and to us, he was like a spiritual role model. There's a standard in which we say in science that there's a standard thing which can't be changed. He was like a standard for us. He was in his spiritual life or in his professional life. He was a standard. We could just think that I could never even think that we could attain that or reach that level. It's so difficult for us to reach there. I am truly blessed that I got a father, although he's my father-in-law, but then to say him as a father-in-law, it's like an understatement. He is my father, as if I've known from years, and he's been with me for years. And for whatever reason or whatever counseling I would need, he would help me. He would suggest me things that I would never even think that okay, this could happen. But then he would always be, he was strong. I recently remember when Mom was here with us, and we were praying for things which she was not very well. And Dad would always, go back to Kerala, and he would say that he has got Sunday school and he's got things to do here, look after here. And I would get annoyed, and I would tell Vijay, what's this? Like, why is his mom not important? Like, why is he going back all the time? Now I understand when people say here, and when the Sunday school kids say here that how he had touched their lives and how he would prepare notes and everything. That's how amazing he was. And he would take time for everybody in his life, and whether it was us or school or Sunday school or church or anything, whatever, even the work that was going on here in this area, locality, he would take part in it and everything. So we would just hope that we would reach there sometime. But then and thank God that he gave me a father like this, Lord Jesus. Thank you, Lord, for all the wonderful things that you've done in my life. I thank everybody here who are assembled here, and thank everybody who are keeping in prayers. I thank once again. I know him more than a year. Actually, we are serving the Lord in Budulu. I've conducted prayers and checked him many times, and I've seen this dear father coming for all the prayers. He was a prayer warrior. He used to attend all the prayers, and he used to come early for the prayers, and he used to sit till the very end. Elderly people, they can't sit till the very end. But I've seen this father sitting till the very end. The very first time I saw his face, I could see a saint's face in his appearance, the way he saw, the way he sits in the prayer. He won't sit in the chair. I've never seen him sitting on the chair and worshiping the Lord and praying. I've always saw him sitting on the mat, and so peaceful, so meek. Whenever I see him, we had never had much talk with him, but still, the way he speaks, so meek and polite, as the word of God says in Psalms 37, verse 37, it says, "Mark the perfect man, consider the upright man. Behold, the end of that man is peace." When I saw his photograph on the newspaper, I was so shocked and grieved because I've seen him in good health and strength. I don't know about his, I've not seen his children or grandchildren, but such his demise. So it was so, it brought grief in my heart, and I just wanted to share this testimony. He was like a full-grown corn of wheat, as a corn of wheat, full-grown corn of wheat with bends. He won't talk much. He was so silent. He was so persistent in the prayer, in the presence of God. Every word we preach, that everybody we say that he was so calm and quiet, and he was so listening. So I praise and thank God for his peaceful demise. So there's nothing to grieve about his death, because after the death of Jesus, only after the death of Jesus, his disciples were blessed, and they were scattered abroad, and they were increased more and more. In the same way, the Lord told Abraham, "Get thee out of thy country, out of thy kindred, into thy father's house, and I will bless you." And when he came out, the Lord blessed him the same way. Our dear Father has gone to the land which the Lord has prepared. So
I pray for all the children and all of his relatives, so that God is going to bless you because of this father's beautiful and amazing passing away. എൻ്റെ സഹോദരൻ്റെ കാലം ശുശ്രൂഷകളുണ്ടായിട്ടാണ് അഹമ്മദാബാദിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിലാവുന്ന പേര് ചോദിച്ചാലും അമ്മാമ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നത് എനിക്കത് മുമ്പേന്ന് വെറുതെ ജീവനത്തിനെയാണ് ഞാൻ മുമ്പേ താമസിക്കുമ്പോൾ എനിക്ക് പരിചയമുണ്ടെങ്കിലും പേര് ചോദിച്ചാലും അമ്മയെ ചുമതലയിലേക്ക് സെറ്റിലാവുമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ തകലെന്നെ വിളിച്ച് പറഞ്ഞു നീ അവരെ പോയി പരിചയപ്പെടണം ചോദിച്ചാലും ഞങ്ങൾ മാമയെ പോയി പരിചയപ്പെടണം വളരെ ആത്മാർത്ഥതയുള്ള ദൈവമക്കളാവുന്നു. ഇതിനുകൊണ്ട് വേറൊരു കൂട്ടായ്മയിലായിരുന്നു. ഒരു കൂട്ടായ്മയിൽ വളരെ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച ദൈവ ആത്മാക്കളെ കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ. ഈ ഉപദേശം മനസ്സിലാക്കിയ നാളുകൊണ്ട് ഈ ഉപദേശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഒരു വിലയേറിയ കല്ലായിത്തീരുവാൻ ഒരു വിലയേറിയ ഉപദേശത്തെ പിൻപറ്റുവാനും പ്രിയ ജോലിച്ചാൽ ദൈവം ഭാഗ്യം കൊടുത്തു. ഞാനവരെ ഇവിടെ വന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ ഞാൻ പരിചയപ്പെടുകയും എപ്പോൾ കണ്ടാലും വളരെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. ഒരിക്കലും ഞാനും എൻ്റെ സഹോദരൻ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ ഈ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നു. അപ്പോൾ കാണിച്ച ആ സ്നേഹവും ആത്മാർത്ഥതയും ഞാൻ ദൈവത്തെ നഷ്ടപ്പെടുത്തിയുണ്ടായി. കഥാവിത്രത്തോളം ആത്മാർത്ഥതയോട് സ്നേഹിക്കുന്ന ദൈവമക്കളുടെ സ്നേഹം അനുഭവിക്കാൻ ഇങ്ങനെ ഒരു ഭാഗ്യം ദൈവം ലോകത്തിൽ തന്നല്ലോ എന്നോർത്ത് അതിന് ശേഷം എവിടെ വെച്ച് കണ്ടായാലും എവിടെ വെച്ച് ഏത് മീറ്റിങ്ങിൽ നേരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വാക്കിനെ സംസാരിക്കാതെ കടന്നു പോയിട്ടില്ലാത്ത ജോലിച്ചാലിനെ കുറിച്ച് കണ്ടോളൻസ് മെസ്സേജ് പറയണമെന്ന് എൻ്റെ ബ്രദർ എന്നോട് ഫോൺ ചെയ്ത് പറയുകയുണ്ടായി. താൻ വളരെ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ഒരു ഉടമയായിരുന്നു. എല്ലാവരെയും സഹായിക്കുന്ന ഒരു മനസ്സിൽ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കർത്താവിൻ്റെ വേലയിൽ താൻ അധികം പ്രയോജനപ്പെടുകയുണ്ടായി. അങ്ങനെ ദൈവം തന്നെ കൊണ്ട് വലിയൊരു വേല സ്ലേമിൽ ഒരു വലിയൊരു ജീവനുള്ള കല്ലായിത്തീരുവാൻ ഒരു വിലയേറിയ ഉപദേശത്തെ പിൻപറ്റുവാനും വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനെല്ലാം ദൈവം തന്നെ സഹായിച്ചു. അതിനാൽ ദൈവം തനിക്ക് നല്ലൊരു അവസാനം നൽകുകയുണ്ടായതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലായിരിക്കുന്ന ദൈവങ്ങളും അമ്മയും കുഞ്ഞുങ്ങളെല്ലാം ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും ജോലിയുടെ കണ്ടോളൻസ് അറിയിച്ചുകൊണ്ട് ഞാൻ സാക്ഷിയിൽ വിളിച്ചുകൊള്ളുന്നു. തന്നെ വേണ്ടി ചുരുക്കമായ ഒരു സാക്ഷി പറയുവാൻ തക്കണം കർത്താവ് തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോണിക്കുള്ളിയുമായിട്ട് ഞങ്ങൾക്ക് ചെങ്ങുവിന് ശേഷമായിട്ട് വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും മാനിക്കപ്പെട്ടും ആദരിക്കപ്പെട്ടതുമായ ഒരു കുടുംബമാണ് മാതാപിതാക്കളുടെ കുടുംബമെന്ന് എനിക്ക് അനുഭവത്തോട് ചേർന്ന് പറയുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ വിശേഷിക്കപ്പെട്ട അനേകം നല്ല സ്വഭാവങ്ങൾ പ്രിയ ജോണിക്കുട്ടിയിൽ കാണുവാൻ കർത്താവ് ഇടയാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ തൻ്റെ ജീവിതത്തിലെ സൗമ്യത, താഴ്മ, വിശുദ്ധി ഇവയെല്ലാം എടുത്തു പറയത്തക്കതായ കാര്യമായിരുന്നു. ആത്മജീവിതത്തിൽ താൻ ഒരു ശ്രദ്ധേയനായിരുന്നു എന്ന് ചേർന്ന് പറയുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ളവരെ ഞാൻ ഇവിടെ ചെന്ന് വന്ന ശേഷമായിട്ട് ഞങ്ങളിവിടെ സൺഡേ സ്കൂളിൻ്റെ ചുമതല ഏൽപ്പിച്ചു. സീനിയർ ക്ലാസ്സിൻ്റെ ചുമതലയായിട്ട് തന്നെ ഏറ്റെടുത്തിരുന്നത്. അങ്ങനെ സീനിയർ സ്റ്റുഡൻസിനോടുള്ള ബന്ധത്തിൽ അവർക്ക് വളരെയേറെമായ ആത്മീയ പ്രചോദനം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ആത്മീയമായിട്ട് കുഞ്ഞുങ്ങളെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ചില അവസരങ്ങളിലൊക്കെ ബാംഗ്ലൂർ പോകുന്ന സമയം പറയും ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും, ഈ സൺഡേ സ്കൂളിൻ്റെ ചുമതല ഉള്ളതുകൊണ്ട് താൻ ഈ ചുമതല വിട്ട് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇത് സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല അതോടൊപ്പം തന്നെ പിന്നീട് തനിക്ക് സഭയിലെ ഒരു ഏരിയയുടെ പ്രാർത്ഥനയുടെ ലീഡർഷിപ്പ് കൊടുക്കുകയും ആ ചുമതല ഞാൻ വിശ്വസ്തയോടെ ആ ചുമതല ചെയ്യുകയുണ്ടായി. ദിവസവും അങ്ങനെ ഒരു വിശ്വസ്തനായിരുന്നു, നീതിമാനായിരുന്നു. അത് മാത്രമല്ല ഏത് വിഷയത്തിൽ ഏൽപ്പിച്ചാലും ശ്രദ്ധയോടുകൂടി ചെയ്യും. ശേഷിച്ച് അന്വേഷിച്ച സമയങ്ങളിൽ എന്ത് ജോലിയുമില്ല, ഏത് ജോലി ചെയ്യുവാനും തനിക്ക് വളരെ സന്തോഷവും താല്പര്യമായിരുന്നു. കാര്യത്തിൽ താൻ മുൻപന്തിയിലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എവിടെയും ഞങ്ങൾ പലയിടത്തും പോയിട്ടുണ്ട്, പല സൗഖ്യമില്ലാതിരിക്കുന്നതിനെ കാണാൻ പോയിട്ടുണ്ട്. പല രംഗങ്ങളിലും ഒക്കെയും താൻ എല്ലാ വിഷയങ്ങൾക്കും ആത്മീയമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും താൻ മുൻപന്തിയിലായിരുന്നു എന്ന് പറയുവാൻ കൊണ്ട് കഴിയും. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അത് മാത്രമല്ല കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ഒരു ടീച്ചേഴ്സിന്റെ ഒരു മീറ്റിംഗ് അവർക്ക് വെച്ചു. 5 മുതൽ 6 മണി വരെ 1 മണിക്കൂർ സമയം ടീച്ചേഴ്സ് മീറ്റിംഗ്. ആ ടീച്ചേഴ്സ് മീറ്റിംഗിൽ താൻ കടന്നു വന്ന് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പല കാര്യങ്ങൾ തന്നോട് പറയുകയുണ്ടായി. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയ്ക്കുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും താൻ തന്റെ സ്കൂളിലുള്ള ബന്ധത്തിലും സഭയോടുള്ള ബന്ധത്തിലും ഒക്കെയും താൻ പറയുകയുണ്ടായി. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും മാനിക്കപ്പെട്ടും ആദരിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ജോണിച്ചായെന്ന് പറയുവാൻ കഴിയും. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അതേ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആ മീറ്റിംഗിന് ശേഷമായിട്ട് താൻ
ആരോഗ്യമായിട്ടിരിക്കുകയാണല്ലോ, പിന്നെ എന്തോ സംഭവിച്ചു. പെട്ടെന്ന് എനിക്ക് ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് എനിക്ക് ചിന്തിക്കാൻ വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഫോൺ കോളാണ് എനിക്ക് വന്നത്. എങ്കിലും പെട്ടെന്ന് ഞാനിവിടെ കടന്നു വന്നു. നോക്കിയപ്പോൾ മുഖം അങ്ങ് ഷൈൻ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മുഖം വളരെ പ്രകാശിക്കുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു നല്ല അന്ത്യം കൊടുത്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ ടോണിക്കുട്ടിയുടെ വേർപാട് ഞങ്ങൾക്ക് സഭയ്ക്കും ഞങ്ങളുടെ സൺഡേ സ്കൂളിനും ഏരിയ മീറ്റിങ്ങുകളും സ്വച്ഛതയുള്ള വിഷയങ്ങൾക്കൊക്കെയും ഒരു വിടവാണ് വന്നിരിക്കുന്നത്. ദൈവമായ കർത്താവ് അവിടെ നിർത്തട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തുടർന്നും കർത്താവ് ഞങ്ങളുടെ വേലയോർത്ത് ഈ വിടവ് കർത്താവ് നിർത്തി തരേണ്ടതായി ഒരു പ്രാർത്ഥിക്കണം. ഒരു നല്ല അന്ത്യം എനിക്ക് ലഭിച്ചു. നല്ല അന്ത്യം. തന്തി എന്ന് പറഞ്ഞാൽ യാതൊരുമായ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ തന്നെ ദിവസങ്ങളിലേക്ക് ചേർത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള നല്ല വേർപാട് ഞാനും ആഗ്രഹിക്കുകയാണ്. അതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബാംഗങ്ങളെല്ലാവരെയും ദൈവം കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാഗം അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾക്ക് മുൻപുള്ള പരിചയമാണ് ഞാനും കുടുംബവും ജോണിച്ചാനും പ്രിയപ്പെട്ടവരുമായിട്ടുള്ളത്. ഞങ്ങൾ ഒന്നിച്ച് അഹമ്മദാബാദിൽ വളരെ നാളുകൾ ജോലി ചെയ്യുവാനും ഒന്നിച്ച് ആരാധിപ്പാനും ഒന്നിച്ച് കൂട്ടായ്മയുടെ ബന്ധങ്ങൾ അനുഭവിപ്പാനും ഇടയായി. ഇന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇവിടെ ഇരുന്നപ്പോൾ ഈ ശുശ്രൂഷ ഒരുപക്ഷെ അഹമ്മദാബാദിൽ വെച്ച് നടക്കുകയായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നിവിടെ തിങ്ങി കൂടുമായിരുന്നു. അത്ര ഒരു ദൈവമക്കളുടെ ഇടയിൽ, വിശ്വാസ വൃന്ദത്തിൻ്റെ ഇടയിൽ നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിച്ച പ്രിയപ്പെട്ടവനാണ് ഇന്ന് നമ്മിൽ നിന്നും യാത്ര പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവൻ്റെ ജീവിതം ഞാനിവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ചിന്തയിൽ വന്നത് ഇയ്യോബിൻ്റെ ചരിത്രമായിരുന്നു. തന്നെക്കുറിച്ച് പറയുന്നത് നിർമ്മലനാണ്, നിഷ്കണ്ടനാണ്, തൻ ഭക്തനാണ്, ദോഷം വിട്ടകരുന്നവനാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ജോലി സ്ഥലങ്ങളിൽ നല്ല സാക്ഷ്യമുള്ളവൻ. താനായിരുന്ന സഭയിൽ ഒരു ശുശ്രൂഷകനുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം തൻ്റെ തലമേലായിരുന്നു. എല്ലാ രീതിയിലും ദൈവമക്കൾക്ക് താനൊരു ആശ്വാസമായിരുന്നു. തൻ്റെ ഭവനം അനേക ഭവനങ്ങൾ ഈ കാലയളവിൽ മറ്റുള്ളവർക്ക് വേണ്ടി തുറക്കപ്പെടാതിരിക്കുമ്പോൾ തൻ്റെ ഭവനം കുഞ്ഞോൾ മാമ അവർ കുടുംബമായി അനേകരെ ജോലിക്കായി കടന്നു വരുന്നവരെ ആ പട്ടണത്തിൽ താങ്ങുകയും നിലനിർത്തുകയും ചെയ്തവരാണ്. ദിവസങ്ങൾ മാസങ്ങൾ കൂടെ താമസിപ്പിച്ച് അവരുടെ സ്നേഹം അനുഭവിക്കാത്ത വളരെ ചുരുക്കം പേർ മാത്രമേ എനിക്ക് മനസ്സിലാക്കിയത്തോളം കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ 3 വർഗീസുമാരുണ്ടായിരുന്നു. ഒന്ന് ജോണിച്ചായൻ, അതുപോലെ തന്നെ വേറെ വർഗീസ് ഉണ്ടായിരുന്നു. താൻ ICFന്റെ അവിടുത്തെ വർക്കറായിരുന്നു. താൻ ഈ ലോകം വിട്ട് മാറ്റപ്പെട്ടു പോയി. ഞങ്ങൾ 3 പേരുടെയും പേര് വർഗീസ. ജോലി കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ കടന്നു വരും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഏതെങ്കിലും കോളനികളിൽ പോയി സുവിശേഷവുമായിട്ട് കടന്നു പോകും. രാത്രി 9, 10, 11 മണിയാകുമ്പോൾ മടങ്ങി വരും. ഇതായിരുന്നു പതിവ്. അങ്ങനെ വിശ്വാസഗോളത്തിൽ ഇത്ര തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി എരിഞ്ഞിരുന്ന ഒരു കർത്താവിൻ്റെ ദാസൻ തനി പട്ടണത്തിലേക്ക് ഇവിടേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്കിവിടെ വന്നതിനെ കാണുവാനിടയായി. അതിനുശേഷം കഴിഞ്ഞ 2 മാസം മുൻപ് എൻ്റെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന ഇവിടെയുള്ള ചർച്ച് ബോർഡിൻ്റെ ഓവർസിയർ ഫസ്റ്റ് PJ ജെയിംസിൻ്റെ സഹോദരൻ അബി ഇന്ന് തന്നെ അമേരിക്കയിലായിരിക്കുന്നു. തൻ്റെ മകളുടെ വിവാഹത്തിന് തന്നെയും ക്ഷണിക്കുവാനിടയായി. അങ്ങനെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ തിരുവല്ലായിലെ ആ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അന്ന് ഞങ്ങൾ ഒന്നിച്ച് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രമാത്രം വർഷങ്ങൾക്ക് മുൻപ് കണ്ട ബന്ധം പ്രിയ അവർ അച്ഛനുമായിട്ട് ഒന്നിച്ച് ഞങ്ങൾക്ക് കണ്ടപ്പോൾ തൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. താൻ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ ഇതാണ്, ഞാനിവിടെ വന്നപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കും, വിശ്വാസത്തിന് വേണ്ടി മരിക്കും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ ഒരു ആശുപത്രിയിൽ ഒരു രോഗമായിട്ട് വന്നാൽ കൊണ്ടുപോകരുത്. ഞാൻ ഓർക്കുകയായിരുന്നു. തൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ വളരെ ഞെട്ടിച്ചു. കർത്താവേ, വിഷമം തോന്നിയെങ്കിലും പിന്നീടാണ് ചിന്തിച്ചത്, തൻ്റെ ഇഷ്ടപ്രകാരം, തൻ്റെ ഭക്തന്റെ ഇഷ്ടപ്രകാരം